ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 2 കപ്പ്, വെളുത്തുള്ളി 10 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, ഗ്രീൻ പീസ് 1/2 കപ്പ്, മല്ലിയില കുറച്ച്, പുതിനയില കുറച്ച്, സവോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കാഷ്യൂനട്ട് 10 എണ്ണം, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 4 എണ്ണം, ഏലക്ക 2 എണ്ണം, കറുവാപ്പട്ട 2 കഷ്ണം, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അരി ബസ്മതി റൈസോ കൈമ റൈസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതൊന്ന് കഴുകിയിട്ട് ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് ആദ്യം നെയ്യും ഒരു വെജിറ്റബിൾ ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ. ഇനി ഇതിലേക്ക് വേണ്ടത് കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും പെരിഞ്ചീരകവുമാണ്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ചെറുതായിട്ടരിഞ്ഞ സവോള അതിൻ്റെ അകത്തേക്ക് വളരെ കനം കുറച്ച് നൈസായിട്ടാണ് അരിഞ്ഞു കൊടുത്തേക്കുന്നത്. നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഒരു 10 ചെറിയ വെളുത്തുള്ളിയാണിത്. അത് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടേക്കുന്നതാണ്. ചെറിയ കഷ്ണം ഒരു ഇഞ്ചി. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം കളറൊന്നും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 3 വലിയ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിൻ്റെ ചുവയെല്ലാം ഒന്ന് മാറി നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എൻ്റെ റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഇട്ടു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ്, അതും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അപ്പം നമ്മുടെ ഗ്രീൻ പീസും ഒക്കെ നമ്മൾ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം, നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന് വെച്ച അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂട് വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് അടച്ചിട്ട് 1 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും ഓഫ് ചെയ്ത് പിന്നെ അതിൻ്റെ വിസിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് തുറക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇച്ചിരി മുൻപിട്ട് നിൽക്കണം.
ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ തുറക്കാം. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് പോയിട്ടൊന്നുമില്ല. അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റാണ്. നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തിന് പകരം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടി വിട്ട് നിൽക്കും. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ സബോള വറുത്തിടാം. നമുക്കിനിയിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണിത്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.